ഹലോ, നമസ്കാരം. വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന വീട്ടുകളിൽ എങ്ങനെ സോപ്പ് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വെറൈറ്റി സോപ്പാണ്. അന്നേരം ഫുള്ളായിട്ടിരുന്ന് വീഡിയോ ഇരുന്ന് പരമാവധി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പഴയ വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഒരു സഹോദരനെ റിക്വസ്റ്റായിട്ട് എടുക്കുക. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കിലോ സോപ്പ് ബേസാണ്. ഇപ്രാവശ്യം ഒറ്റ കട്ടയായിട്ട് വലിയ കഷ്ണമായിട്ട് കെട്ടിയേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ഇതിന് മുമ്പെല്ലാം കെട്ടിക്കൊണ്ടിരുന്നത്. അത് 1 കിലോ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഒരു ഗ്ലിസറിന്, അത് നമ്മൾ കടയിൽ പോയി മേടിക്കുക. അതിനുശേഷം വിറ്റാമിൻ ഇ ഗുളിക, അത് മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിക്കുക. ആ 2 എണ്ണം വേണം. പിന്നെ നമുക്ക് വേണ്ട പെർഫ്യൂം പിന്നെ 30 രൂപ, അത് നമ്മൾ സോപ്പ് കടയിൽ പോയി മേടിക്കുക. പിന്നെ നമ്മൾ സോപ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ഷോപ്പിൽ പോയി മേടിക്കുകയാണെങ്കിൽ ഈ സോപ്പ് ബേസ് അടിക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് പല ഓഫറിലും വരും. അന്നേരം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. 1 kg ആണോ നോക്കണം. 1 kg ആണോ നോക്കി തന്നെ മേടിക്കണം, അല്ലെങ്കിൽ അത് പറ്റിക്കപ്പെടും. അതുകൊണ്ട് 1 kg ഓഫറുള്ള നോക്കി മാത്രം മേടിക്കുക. 150 രൂപയ്ക്ക് ഞാനിത് മേടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് സോപ്പ് കടയിൽ പോയി മേടിക്കാം. സോപ്പ് കടയിൽ പോയി മേടിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സോപ്പ് ബേസും ഒരു പിന്നെ പെർഫ്യൂമും കൂടെ 250 രൂപ ആവും. ഇത് ഞാനിപ്പോൾ ഓൺലൈനായിട്ടാണ് മേടിച്ചിരിക്കുന്നത്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ വെച്ച് 2 സൈസ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേ ചെറിയ കഷ്ണം കിട്ടുവാണെങ്കിൽ ഇതേപോലെ അരിഞ്ഞെടുക്കേണ്ട കാര്യമില്ല. ഇതേപോലെ ഒറ്റ കട്ടയായിട്ട് വലിയ കഷ്ണമായിട്ട് കിട്ടുവാണെങ്കിൽ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഞാനീ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 കിലോ സോപ്പ് ബേസ് സോപ്പ് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനീ പറഞ്ഞു തരുന്നത്. 5 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. അതുപോലെ തന്നെ നമുക്കിവിടെ സോപ്പിൻ്റെ അച്ച് വേണം. അച്ച് ഇതിപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെറിയ പാത്രങ്ങളിട്ട് ഉണ്ടാക്കാം, ചെറിയ പാത്രത്തിൽ ഒഴിച്ചൊക്കെ ഉണ്ടാക്കാം. പക്ഷേ അതിനെക്കാട്ടി നല്ലത് അച്ചാണ്. അന്നേരം ഇത് ഓൺലൈനായിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ, കടകളിലൊന്നും കിട്ടത്തില്ല. സോപ്പ് ബേസ് അടിക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ ഫോട്ടോയും വരും. ഒരു പാത്രം എടുത്ത് വെള്ളം നിറച്ച് അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടായതിന് ശേഷം അതിനകത്ത് വെക്കത്തക്ക ഒരു പാത്രം ആദ്യം സെറ്റാക്കി വെച്ചേക്കണം. അത് എടുത്ത് അതിനകത്തോട്ട് വെച്ചതിന് ശേഷം വെള്ളം ചൂടായതിന് ശേഷം വെച്ചതിന് ശേഷം നമ്മൾ കുറേശ്ശെ ഇതേപോലെ ഉരുക്കിയെടുക്കേണ്ടതാണ്. ഇതിനാ വെള്ളം ചൂടായി ഇരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് വെക്കുമ്പോഴത്തേക്ക് ഉരുകി വരും. അതേപോലെ തന്നെ എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ നല്ലോണം ഉരുകി വരത്തുള്ളൂ. അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഉണ്ടല്ലോ, ഇത് നല്ലോണം ഉരുകിയതിന് ശേഷമായിരിക്കണേ. നല്ല വൃത്തിക്ക് വെള്ളം പോലെ ഉരുകും. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് ഈ വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കുക. നല്ലോണം കലക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഇരിക്കുന്ന ഗ്ലിസറിൻ ഉണ്ടല്ലോ, അത് 1/2 കുപ്പി ഒഴിക്കുക. 1/2 കിലോയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. 1/2 കുപ്പി ഒഴിക്കുക. അതിനുശേഷം അത് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇരിക്കുന്ന വിറ്റാമിൻ ഗുളിക ഒരെണ്ണം എടുത്തിട്ട് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഇരിക്കുന്ന പെർഫ്യൂം ഉണ്ടല്ലോ, പെർഫ്യൂം 1/2 കുപ്പി, 1/2 കിലോയ്ക്ക് 1/2 കുപ്പി പെർഫ്യൂം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഇളക്കിയെടുക്കുക. നല്ലോണം ഇതേപോലെ ഇളക്കിയെടുക്കുക. അതുപോലെ തന്നെ 1/2 കിലോ മാറ്റി വെച്ചിട്ടില്ലേ, അതിലോട്ട് നമ്മളൊരു സോപ്പ് കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് കളർ കിട്ടാൻ മാത്രമാണ്. സെയിം തന്നെ വിറ്റാമിൻ ഇ ഗുളികയും പെർഫ്യൂമും ഗ്ലിസറിന് സെയിം തന്നെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇതേപോലെ ഇത് ഉരുകിയതിന് ശേഷം അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ക്ലിയർ ആക്കി എടുത്താൽ മതി. നേരത്തെ പോലെ തന്നെ ഇതിൻ്റെയും മെത്തേഡ്. ഉരുക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതെടുത്ത് നമ്മൾ സോപ്പ് അച്ചിലോട്ട് ഒഴിച്ചു കൊടുക്കുക. സെയിം മറ്റേ അച്ചില്ലെന്നുണ്ടെങ്കിൽ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സെയിം മെത്തേഡ് തന്നെ. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം എടുക്കാവുള്ളൂ. നമുക്കിവിടെ കിട്ടിയേക്കുന്നത് 24 സോപ്പാണ്. അത് സോപ്പ് ബേസ് വന്ന് 150 രൂപ, പെർഫ്യൂം വന്ന് 30 രൂപ, വിറ്റാമിൻ ഗുളിക 10 രൂപ 2 എണ്ണം, പിന്നെ ഗ്ലിസറിന് 40 രൂപ. മൊത്തം നമുക്ക് 230 രൂപയാണ് ചിലവായത്. പിന്നെ നമ്മളൊരു സോപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയും ചിലവാണ് നമുക്കിവിടെ വരുന്നത്. 230 പിന്നെ ഒരു സോപ്പും. 2 മണിക്കൂറിന് ശേഷം സോപ്പ് എടുത്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് വെച്ച് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞ് വെക്കേണ്ടതാണ്, അല്ലെ ഇതിൻ്റെ മണം പോകും. അതിനു വേണ്ടിയാണ് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞ് വെക്കാൻ പറയുന്നത്. അതേപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. പഴയ വീഡിയോ കണ്ട് പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ കൊണ്ടാവുന്ന സപ്പോർട്ട് നിങ്ങൾ ചെയ്യുക. അന്നേരം അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.